പാലാ നഗരസഭാ കൗൺസിൽ യോഗം ഇന്ന്. കൊട്ടാരമറ്റം സ്റ്റാൻഡ് വിഷയമാണ് യോഗത്തിലെ അജണ്ട. സ്വതന്ത്ര കൂട്ടായ്മ UDF നേതൃത്വത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും ഒരു വിഭാഗം കോൺഗ്രസ് കൗൺസിലർമാർ വഴങ്ങിയിട്ടില്ല. കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസിനെതിരെ സ്വതന്ത്ര കൂട്ടായ്മ നൽകിയ മോഷണ പരാതി പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് കൗൺസിലർമാരുടെ ആവശ്യം. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, ഈ മോഷണ ആരോപണം ഇത് പാലാ നഗരസഭയിൽ ഇത് ആദ്യമല്ല. ഇതിന് മുൻപത്തെ ഭരണ സംവിധാനത്തിൽ അതൊരു എയർപോർട്ട് മോഷണമായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു വാച്ചും ഫയലും ഒക്കെ മോഷണം പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ രണ്ട് സംഭവങ്ങളിലും ഒരു ഭാഗത്ത് ഈ പുളിക്കക്കണ്ടം കുടുംബമുണ്ട്. ഇപ്പോൾ ഇതാ UDF ഭരണസമിതിക്ക് തന്നെ ഈ പുളിക്കക്കണ്ടം കുടുംബം ഒരു ബാധ്യതയായി തീർന്നിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് അവരുടെ കൗൺസിലർമാരുടെയൊക്കെ ഒരു പ്രതികരണം. ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് ഉടനെ പോകാൻ സാധ്യതയുണ്ടോ സജോ? ഷിഹാസ്, സമവായ ധാരണയിലേക്ക് എത്തണം എന്നതാണ് പൊതുവായി ഉയർന്നു വന്ന ചർച്ചകളിലെ തീരുമാനം എന്ന നിലയ്ക്കുള്ളത്. പക്ഷേ അപ്പോഴും ആ പ്രശ്നപരിഹാരം ആയിട്ടുണ്ടോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതായത് കോൺഗ്രസ് കൗൺസിലർമാരിൽ ഒരു വിഭാഗം ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അവർ നേരത്തെ ഈ ചർച്ചകളിൽ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം വൈസ് ചെയർപേഴ്സൺ പദവിയും വിട്ടു നൽകേണ്ടതില്ല, അത് വിനു പുളിക്കക്കണ്ടത്തിന് വിട്ടു നൽകേണ്ടതില്ല, ആ ധാരണ അംഗീകരിക്കണം എന്നതായിരുന്നു ആവശ്യം. അത് അംഗീകരിക്കാം എന്ന നിലപാടിലേക്ക് UDF നേതൃത്വത്തെ പുളിക്കക്കണ്ടം കുടുംബം അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കേസ് പിൻവലിക്കുക എന്നതാണ്. അതായത് ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കേസും പരാതിയും തമ്മിൽ തല്ലും ഒക്കെ ഉണ്ടാകുന്നത്. ആദ്യം തുടങ്ങുന്നത് ഈ ബസ് സ്റ്റാൻഡിന് മുന്നിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലാണ്. അതിൽ കോൺഗ്രസ് കൗൺസിലർമാർ മുന്നോട്ട് വെച്ച ആവശ്യം തന്നെ നടപ്പാക്കുക എന്നതാണ് ഒരു ധാരണ. മറ്റൊന്ന് ബിജു മാത്യൂസ് എന്ന കൗൺസിലറിനെതിരെ മോഷണ പരാതി കൊടുക്കുകയാണ്. അത് ഫയലും വാച്ചും ചെയർപേഴ്സന്റെ ചേംബറിൽ കയറി മോഷ്ടിച്ചു എന്നതാണ് പരാതി. അത് പിൻവലിച്ച് പരസ്യമായി മാപ്പ് രേഖപ്പെടുത്തണം എന്നൊരാവശ്യത്തിൽ ബിജു മാത്യൂസിനെ പിന്തുണയ്ക്കുന്ന കൗൺസിലർമാരും നിൽക്കുകയാണ്. കോൺഗ്രസ് കൗൺസിലർമാർ പറയുന്നത് UDFന് അധികാരം കിട്ടി, കേരള കോൺഗ്രസ് M അധികാര പങ്കാളിത്തത്തിലില്ല, പുറത്താണ്. പക്ഷേ സ്വതന്ത്ര കൂട്ടായ്മയുള്ള സഹകരണം ഒരു ബാധ്യതയായി മാറുന്നു, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന നിലപാട് അവർക്കുണ്ട്. പക്ഷേ ഇപ്പോൾ ഭരണം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഒരുക്കേണ്ടതില്ല എന്ന അഭിപ്രായം UDF നേതൃത്വത്തിനുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. ആ നിലപാട് ഈ കാര്യത്തിൽ ഒരു സമവായത്തിൽ പോകണം എന്ന് കോൺഗ്രസ് കൗൺസിലർമാരോട് ആവശ്യപ്പെട്ടു. അവർ പക്ഷേ കൂടുതൽ ഡിമാൻഡ്, അങ്ങനെയെങ്കിൽ അതായത് നേതൃത്വം സഹകരണം തുടരണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതോടുകൂടി കൂടുതൽ ഡിമാൻഡുകൾ കോൺഗ്രസ് കൗൺസിലർമാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പ്രതിപക്ഷ കൗൺസിലർമാർ നൽകിയ നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിൽ യോഗം വിളിച്ചിരിക്കുന്നത്. അതായത് 9 അംഗങ്ങൾ എഴുതി ഒപ്പിട്ട് നൽകിയാൽ മീറ്റിംഗ് വിളിക്കണം. അപ്പോൾ ആ നിയമപരമായ ചട്ടത്തിന്റെയൊക്കെ പരിധിയിൽ നിന്നുകൊണ്ടാണ് അവർ നൽകിയ നോട്ടീസിന്റെ കൂടി അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർക്കുന്നത്. അതായത് പ്രതിപക്ഷത്തും സാമാന്യം മികച്ച കരുത്തുണ്ട് എന്നതാണ് കാണേണ്ട ഒരു കാര്യം, അംഗബലമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിലേക്ക് വരും. അത് മറ്റേതെങ്കിലും രൂപത്തിലേക്ക് തർക്കത്തിലേക്കോ മറ്റോ കൗൺസിലിൽ പോയാൽ അതും ചർച്ചയാകും. സ്വാഭാവികമായും അതും രാഷ്ട്രീയമായി അത്ര സുഖകരമാകില്ല UDFനെ സംബന്ധിച്ചിടത്തോളം എന്നൊരു സാഹചര്യമുണ്ട്. അതായത് കാത്തിരുന്നൊരു അധികാരം ഭരണം കിട്ടി പാലാ നഗരസഭയിൽ. അത് പക്ഷേ വലിയ തോതിലുള്ള തർക്കത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ പ്രതിഷേധത്തിലൊക്കെ ആകുന്നു. അത് ഏത് മുന്നണിയാണെങ്കിലും നാണക്കേടുണ്ടാക്കും വിധമുള്ള തമ്മിൽ തല്ല് ഉണ്ടാകുന്നു എന്നതൊക്കെയാണ്. അതിനൊരു സമ്പൂർണ്ണ പരിഹാരം സാധ്യമാകുന്നില്ല. അപ്പോൾ ഒരു സമവായ ലൈൻ തുടരുക, തൽക്കാലം ഭരണം കൈവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതില്ല, പ്രതിപക്ഷത്തിരിക്കാൻ സന്നദ്ധർ എന്നൊക്കെ പരസ്യമായി കോൺഗ്രസ് കൗൺസിലർമാർ പറഞ്ഞെങ്കിലും നേതൃത്വം അത് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനിയും സമവായ നീക്കങ്ങളും മറ്റും തുടരും. പക്ഷേ കൂടുതൽ ഡിമാൻഡുകളുണ്ട്. അത് പുളിക്കക്കണ്ടം കുടുംബം അംഗീകരിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.